ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇന്നത്തെ ന്യൂസ് ലഞ്ച്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പരസ്പര സഹകരണം വാഗ്ദാനം ചെയ്ത ഇരു രാഷ്ട്ര തലവന്മാരുടെയും ചർച്ച. ചൈനയിലെ ടിയാൻജനിൽ നടന്ന നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിലെ മഞ്ഞുരുക്കലിന് കൂടി വേദിയായിരുന്നു. അതിർത്തിയിൽ സമാധാനം വേണമെന്ന് മോദി പറഞ്ഞു. വളർച്ചയ്ക്കായി ഒരുമിച്ച് നീങ്ങാമെന്ന് ഷീ ജിൻപിങ്ങും വാഗ്ദാനം ചെയ്തു. പ്രാദേശിക സമയം 9:30 നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ച ആരംഭിച്ചത്. 40 മിനിറ്റ് നീണ്ട ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു നേതാക്കളും സൗഹൃദപൂർവ്വം സംസാരിച്ചു. ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസും മാനസരോവർ കൈലാസയാത്ര പുനരാരംഭിക്കുന്ന കാര്യവും മോദി സൂചിപ്പിച്ചു. सहमति बनी। कैलाश मानसरोवर यात्रा फिर से शुरू की। दोनों देशों के बीच डायरेक्ट फ्लाइट भी फिर से शुरू की जा रही है. പരസ്പര വിശ്വാസവും സഹകരണവും ഉറപ്പാക്കി ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞു. അതിർത്തിയിൽ സമാധാനം ഉറപ്പുവരുത്താൻ മുന്നോട്ട് നീങ്ങാം. ലോകം വലിയ പരിവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ ചൈനയും ഇന്ത്യയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളും ആയിരിക്കേണ്ടതുണ്ടെന്ന് പ്രതിനിധിതല ചർച്ചയ്ക്ക് ആമുഖമായി ഷീ ജിൻപിങ് പറഞ്ഞു. വ്യാളിയും ആനയും ഒന്നിച്ചു നിൽക്കുക എന്നത് അനിവാര്യമാണ്. അത് ഏഷ്യൻ രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും അനിവാര്യമാണെന്ന് ഷീ വ്യക്തമാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരും ചൈന വിദേശകാര്യമന്ത്രി വാങ് ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ആടിയുലഞ്ഞതോടെ ചൈനയുമായും റഷ്യയുമായും ബന്ധം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ യുദ്ധവും അമേരിക്കൻ പകരച്ചുങ്കവും ചർച്ചയായേക്കും. റഷ്യ, ഇന്ത്യ, ഇറാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ബെലാറസ്, ചൈന എന്നിവ ഉൾപ്പെട്ട കൂട്ടായ്മയുടെ സഹകരണ ഉച്ചകോടിക്കാണ് ചൈനയിലെ ടിയാൻജിൻ സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.